ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിൻ്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഘട്ടം എന്തൊക്കെയാണ്, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കകൾ, അതുപോലെ സംശയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. +1 പ്രവേശനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒപ്പം തന്നെ ഈ +1 പ്രവേശനത്തിന് ആയിട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. അവർക്ക് അവരുടെ സംശയങ്ങൾ തീർക്കുന്നതിന് ഈ വീഡിയോ സഹായകരമാകും. +1 പ്രവേശനത്തിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിലൂടെ 3 ദിവസം അതിന് ജോയിൻ ചെയ്യാനുള്ള സമയപരിധി കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് അലോട്ട്മെന്റ്, അതുപോലെ തന്നെ അതിനുശേഷം നടക്കുന്ന തേർഡ് അലോട്ട്മെന്റ്, ഇങ്ങനെ 3 ഘട്ടമായിട്ടാണ് അലോട്ട്മെന്റ് നടക്കുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം 3 തരത്തിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളാണ് പ്രത്യേകിച്ച് ഉണ്ടാവുക. ഒന്ന്, സ്ഥിര പ്രവേശനം നേടിയിട്ടുള്ള കുട്ടികൾ. ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്ഷൻ ലഭിച്ച് നിങ്ങൾ ഏതെങ്കിലും സ്കൂളിനകത്ത് സ്ഥിര പ്രവേശനമാണ് നേടിയത് എങ്കിൽ അതാണ് ഒന്നാമത്തെ കാറ്റഗറി ആയിട്ട് ഞാൻ പറയുന്നത്. സ്ഥിര പ്രവേശനം നേടിയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് ഇനി സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും ഒന്നും ബാധകമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അവര് ഇനി ജൂലൈ 6-ാം തീയതിയാണ് +1ന്റെ ക്ലാസ്സുകൾ തുടങ്ങുന്ന ഡേറ്റ് ആയിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഡേറ്റിന് നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള സ്കൂളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അത്തരം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയാൻ വേണ്ടി ഉള്ളത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പിന്നെ താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾ. ടെമ്പററി ആയിട്ട് നിങ്ങൾക്കിപ്പോൾ താഴ്ന്ന ഓപ്ഷനിൽ, ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ താഴ്ന്ന ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്, അപ്പോൾ നിങ്ങൾ ആ സ്കൂളിനകത്ത് താൽക്കാലികമായിട്ടാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഇപ്പോൾ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ജൂൺ 22-ാം തീയതിയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ജൂൺ 22-ാം തീയതിയുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് നിങ്ങൾ പരിശോധിക്കുക. നേരത്തെ കാൻഡിഡേറ്റ് ലോഗിൻ വഴി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡൊക്കെ കൊടുത്ത് സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ മാറ്റമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സ്കൂളിലേക്ക് പുതിയതായിട്ട് മാറ്റം ലഭിച്ച സ്കൂളിനകത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം എന്നുള്ളതാണ് സെക്കൻഡ് അലോട്ട്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്ത സ്കൂളിനകത്ത് നിന്ന് നിങ്ങളുടെ TCയും സർട്ടിഫിക്കറ്റുകളും ഒക്കെ വാങ്ങുക. എന്നിട്ട് നിങ്ങൾ പുതുതായിട്ട് മറ്റൊരു സ്കൂളിലാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ നിങ്ങൾ പോയിട്ട് ഫസ്റ്റ് ഓപ്ഷനാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരപ്രവേശനം നേടാവുന്നതാണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ സ്ഥിരപ്രവേശനം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് വീണ്ടും ഫസ്റ്റ് ഓപ്ഷനിൽ താഴെയുള്ള ഓപ്ഷനുകൾ ലഭിച്ചിട്ടില്ലെങ്കിൽ, ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ആദ്യത്തെ അലോട്ട്മെന്റിൽ 5-ാമത്തെ ഓപ്ഷൻ ലഭിച്ചു, ഫസ്റ്റ് അലോട്ട്മെന്റിൽ 5-ാമത്തെ ഓപ്ഷൻ ലഭിച്ച കുട്ടി ഇപ്പോൾ നിങ്ങളൊരു സ്കൂളിനകത്ത് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് 3-ാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങൾ വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ 3-ാമത്തെ ഓപ്ഷനിലേക്കാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളിനകത്തും ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാം. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുന്നത് വരെ നമുക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഒപ്പം തന്നെ 3-ാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിനകത്തും അഡ്മിഷൻ ലഭിച്ചിട്ടില്ല, ഓപ്ഷനുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് വെരിഫൈ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴ്ന്ന ഓപ്ഷനുകളാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത് തേർഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുകയും ചെയ്യാം. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് നിങ്ങൾക്കിനി സെക്കൻഡ് അലോട്ട്മെന്റ്, അത്തരം കുട്ടികൾ പരിശോധിക്കുമ്പോൾ ആദ്യ അലോട്ട്മെന്റിൽ എവിടെയും ഓപ്ഷനുകൾ ലഭിക്കാത്ത കുട്ടികൾ, പ്രവേശനം ലഭിക്കാത്ത കുട്ടികൾ സെക്കൻഡ് അലോട്ട്മെന്റിലും പ്രവേശനം ലഭിച്ചിട്ടില്ലെങ്കിൽ നിരാശരാവേണ്ടതില്ല. നിങ്ങൾ തേർഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത്തരം കുട്ടികൾ ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ 3 വിഭാഗത്തിലുള്ള, ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഒന്ന്, ഇപ്പോൾ ഓൾറെഡി സ്ഥിരപ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ബാധകമല്ല. എന്നാൽ
ടെമ്പററി ആയിട്ട് ചേർന്നവർ സെക്കൻഡ് അലോട്ട്മെന്റ് വെരിഫൈ ചെയ്യണം. നോക്കിയിട്ട് മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്കൂളിനകത്തേക്ക് മാറി ജോയിൻ ചെയ്യണം. അതും നിങ്ങൾക്ക് താഴ്ന്ന ഓപ്ഷനുകളാണെങ്കിൽ വീണ്ടും ഒരു ടെമ്പററി എടുക്കാനുള്ള അവസരമുണ്ട്. കാരണം മൂന്നാമത്തെ അലോട്ട്മെന്റിലാണ് നിങ്ങൾക്ക് സ്ഥിര പ്രവേശനം നേടേണ്ടത്. എന്നാൽ ഫസ്റ്റ് ഓപ്ഷനാണ് ലഭിക്കുന്നെങ്കിൽ സ്ഥിരമായിട്ട് ചേരേണ്ടതും ആണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഇതുവരെ പ്രവേശനം ലഭിക്കാത്ത കുട്ടികളാണെങ്കിൽ പുതുതായിട്ട് നിങ്ങൾ ഓപ്ഷനുകൾ നോക്കുക. എന്നിട്ട് പ്രവേശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് താഴ്ന്ന ഓപ്ഷനുകളാണെങ്കിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിര പ്രവേശനവും നേടാവുന്നതാണ്. ഇനി പിന്നെ എവിടെയും കിട്ടാത്ത കുട്ടികളാണെങ്കിൽ അവർ തേർഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. തേർഡ് അലോട്ട്മെന്റിലാണ് എല്ലാ കുട്ടികളും, അവിടെ പിന്നെ ടെമ്പററി അഡ്മിഷൻ ഇല്ല. മൂന്നാമത്തെ അലോട്ട്മെന്റിൽ സ്ഥിര പ്രവേശനം മാത്രമേ ഉള്ളൂ. അതാണ് മൂന്നാമത്തെ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ആ സമയത്ത് പറയാം. അപ്പൊ ഇത്തരം ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് ജില്ലകളും നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾക്ക് രണ്ട് ജില്ലയിലും കിട്ടിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒരു ജില്ല ചേരുമ്പോൾ മറ്റേ ജില്ല ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ ആവും. പക്ഷെ നിങ്ങൾക്ക് രണ്ട് ജില്ലയിൽ അപേക്ഷ കൊടുത്തു, ഒരു ജില്ലയിൽ നേരത്തെ വന്നിട്ടില്ല എങ്കിൽ ആ ജില്ല നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. നേരത്തെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ജില്ലയിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത അലോട്ട്മെന്റിൽ മറ്റേ ജില്ല ചിലപ്പോൾ പിന്നെ പരിഗണിക്കാവുന്നതാണ്. അപ്പൊ അത് ആ ജില്ല കിട്ടിയിട്ട് രണ്ട് സ്ഥലത്തും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആണ് ഒന്ന് നിങ്ങൾ ജോയിൻ ചെയ്താൽ മറ്റേത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ ആവുക. അതുപോലെ തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി പറയാണ്. അപ്പൊ അതിനകത്ത് ചില മാറ്റങ്ങൾ, ചില അലോട്ട്മെന്റിനകത്ത് ചില മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത അതിന്റെ ആ സർക്കുലർ വരുന്ന സമയത്ത് നമുക്ക് വ്യക്തമാക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ രണ്ടാമത്തെ അലോട്ട്മെന്റ് ഏറെ നിർണായകമാണ്. നേരത്തെ പ്രവേശനം ലഭിച്ച, താൽക്കാലികമായിട്ട് പ്രവേശനം ലഭിച്ച കുട്ടികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പ്രവേശനം ഇതുവരെ കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ച് സെക്കൻഡ് അലോട്ട്മെന്റ് വളരെ നിർണായകമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രവേശനം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.